വയനാട് മേഖലയിൽ കണ്ടെത്തിയ 3 കുട്ടികളെയും താമരശ്ശേരി പോലീസിൽ കൈമാറി. വന്യമൃഗ സാന്നിധ്യമുള്ള പ്രദേശത്ത് കുട്ടികളെ കാണാതായത് ആശങ്കയുണ്ടാക്കിയിരുന്നു. തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ കുട്ടികൾ വടുവഞ്ചാലിൽ ടെന്റ് അടിച്ച് താമസിക്കുകയായിരുന്നു. മൂവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആളുകൾക്ക് സ്വൈര്യജീവിതം നയിക്കാൻ കഴിയാത്ത പ്രദേശം കൂടിക്കൂടി വരുന്ന ഒരു സ്ഥലം, അതിൽ ഏറ്റവും സങ്കീർണമായ ഒരു സ്ഥലമാണ് ഈ മേപ്പാടി മേഖല എന്ന് പറയുന്നത്. മേപ്പാടിക്കപ്പുറത്തുള്ള വടുവഞ്ചാൽ എന്ന് പറയുന്നത് തമിഴ്നാടിനോട് ചേർന്ന പ്രദേശം കൂടിയാണ്. യഥാർത്ഥത്തിൽ പോലീസ് പറയുന്നത് ഈ 3 കുട്ടികൾ അവർ സൗഹൃദമുള്ള ആളുകളാണ്, സഹപാഠികളാണ്. അവർ കൊടൈക്കനാലിലേക്ക് പോകാൻ, തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ആ ചോലാടി അതിർത്തി വഴി പോകാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ പോലീസിന്റെ പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും 3 കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരൊക്കെ കടക്കുന്നത് കണ്ടാൽ ഒരുപക്ഷെ പോലീസ് തടയാനുള്ള ഒരു സാധ്യതയൊക്കെ കണ്ട് അവിടുത്തെ ചെക്ക് പോസ്റ്റിലെ സുരക്ഷയൊക്കെ കണ്ടിട്ടാണ് ഈ കുട്ടികൾ തിരികെ പോരുന്നതെന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും അതിനോട് തൊട്ടടുത്ത് തന്നെയുള്ള എസ്റ്റേറ്റ് മേഖലയിൽ, അതായത് വനമേഖലയും എസ്റ്റേറ്റ് മേഖലയും ഒക്കെ ഇടകലർന്നൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ കുട്ടികൾ താമസിച്ചത്. അത് ടെന്റ് അടിച്ച് താമസിക്കുകയായിരുന്നു. ഇന്നലെയും മിനിങ്ങാന്ന് വൈകുന്നേരത്തോടു കൂടി, വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടിയായിരിക്കണം അവിടെ എത്തിയത് എന്നാണ് പോലീസിന്റെ അനുമാനം. ഇവരുടെ മൊബൈൽ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞാണ് പോലീസ് കുട്ടികൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. നാട്ടുകാർക്കൊന്നും ഇവരെ അറിയില്ലായിരുന്നു. പോലീസ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ആയതിനാൽ തന്നെ വലിയ കരുതൽ അവിടെ എടുത്തിരുന്നു. മഫ്റ്റിയിൽ ആദ്യം പരിശോധന നടത്തി തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ കുട്ടികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇടയ്ക്ക് നാട്ടുകാരാണ് ഇതിലൊരു കുട്ടിയെ കാണുകയും എന്താണ് സംഭവം എന്ന് ചോദിക്കുകയും മറ്റും ചെയ്തത്. ഈ കുട്ടിയോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ മറ്റു 2 കുട്ടികളും നാട്ടുകാരുടെ ഇടപെടലിന് പിന്നാലെ വനത്തിനകത്തേക്ക് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഉള്ളിലേക്ക് ഓടി മറയുകയും ചെയ്തു. അത് വലിയ സങ്കീർണമായ സാഹചര്യം ഉണ്ടാക്കി. പിന്നീട് വലിയ ആശങ്കയാണ് ഉയർന്നത്. പ്രത്യേകിച്ച് ഇത് നേരത്തെ പറഞ്ഞതുപോലെ കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്, പുലിയുള്ള കരടിയൊക്കെയുള്ള സ്ഥലമാണ്. രാത്രി ആ കുട്ടികൾ അവിടെ തുടരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. അത് ഇന്നലെ ആ തെരച്ചിൽ വൈകുന്നേരത്തോടു കൂടി കൂടി ഊർജിതമാക്കി നാട്ടുകാരൊക്കെ ഇടപെട്ടു. രാത്രി ഒരു 11 മണി വരെയാണ് ആ തെരച്ചിൽ അവിടേക്ക് പോയത്. അവിടെ പരിശോധനയ്ക്കിടയിൽ 11 മണിയോട് കൂടി ഈ ആദ്യം ഒരു കുട്ടിയെ കിട്ടി. ആ കുട്ടി വിശദമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് വീണ്ടും മറ്റ് 2 കുട്ടികൾക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു. പോലീസ്, ഡോഗ് സ്ക്വാഡ് ഉണ്ടായിരുന്നു, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ 11 മണിക്ക് ശേഷമാണ് ഈ കുട്ടികൾ തന്നെ സ്വമേധയാ അവർ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു സ്കൂട്ടർ എടുത്ത് അവിടെ നിന്ന് കടക്കാനായി ശ്രമിച്ചത്, പുറത്തേക്ക് പോകാൻ ശ്രമിച്ചത്. എന്തായാലും നാട്ടുകാർ തന്നെ അവരെ 2 പേരെയും കണ്ടെത്തി പോലീസിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ആൺകുട്ടിയും 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. ഇവർ സൗഹൃദമാണ്. അവരപ്പോൾ യാത്രയ്ക്കൊക്കെ വേണ്ടി ആണ് പോയത്. ഒരുപക്ഷെ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള സൗഹൃദ പ്രണയബന്ധം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയൊക്കെയാണോ ഇവർ അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചതെന്നൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദമായി മൊഴിയെടുക്കും. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും.